എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നടൻ ദിലീപിനെ ഗൂഢാലോചന കേസിൽ കുറ്റവിമുക്തനാക്കിയ നടപടി കേസിലെ അതിജീവിതയുടെയും പൊതുസമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിന്റെയും ഇടയിൽ വലിയ അതൃപ്തിയും നിരാശയും സൃഷ്ടിച്ചിരിക്കുന്നു. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നടപടി ഗൂഢാലോചന കേസിൽ ദിലീപിനെതിരെ തെളിവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ്. കേസിലെ നിയമപരമായ സാധുതയും തെളിവുകളുടെ അഭാവവുമാണ് ഈ വിധിക്ക് ആധാരം. എന്നിരുന്നാലും ഈ വിധി നീതിയുടെ നിഷേധമാണെന്ന ശക്തമായ പ്രതികരണമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. നീതിപരമല്ല വിധി ഒട്ടും നീതിയുക്തമായിട്ടുള്ളതല്ല ഉണ്ടായിട്ടുള്ളത്. പിന്നെ 8 വർഷമാണ് അതിജീവിത അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? നീതി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യിപ്പിച്ചത് എന്ന് പറയുന്നതായിരിക്കും സത്യം. തനിക്കെതിരായ വേട്ടയാടലിനുള്ള മറുപടിയാണ് വിധിയെന്നാണ് ദിലീപ് പ്രതികരിച്ചത്. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞെടുത്തെന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. ദിലീപിന്റെ നിലപാടിനെ ശരിവയ്ക്കുന്ന തരത്തിൽ ആരാധകരും അഭിവാദ്യങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ WCCയുടെ വീക്ഷണത്തിൽ ദിലീപിന്റെ പ്രതികരണം ഒരു വിരോധാഭാസമായി കണക്കാക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. സത്യം ജയിച്ചു എന്ന വാദം അതിജീവിതയുടെ പോരാട്ടത്തെയും അനുഭവത്തെയും നിസ്സാരവൽക്കരിക്കുന്നതായി വിമർശിക്കപ്പെടുന്നു. അതിജീവിതയുടെ അതൃപ്തി നീതി ലഭിക്കാനുള്ള പോരാട്ടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ഈ വിധി നീതിയുടെ അവസാന വാക്കല്ല എന്ന താരങ്ങളുടെ പ്രതികരണവും വിധി സിനിമാ ലോകത്തിനകത്തും ഒരു ധ്രുവീകരണം സൃഷ്ടിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നുണ്ട്. സഹപ്രവർത്തകയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടതായി ആരോപിക്കപ്പെടുമ്പോഴും താരസംഘടന ഇരയേക്കാൾ കൂടുതൽ സ്വാധീനമുള്ള വ്യക്തികൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന ധാരണ പൊതുസമൂഹത്തിൽ ശക്തമാകാൻ കാരണമാകുന്നു. സർക്കാരും അതിജീവിതയ്ക്കൊപ്പം എന്ന നിലപാടിലാണ്. മന്ത്രിമാരായ സജി ചെറിയാന്റെയും വി ശിവൻകുട്ടിയുടെയും പ്രതികരണങ്ങൾ അതിജീവിതയ്ക്ക് അനുകൂലമായി സർക്കാർ സംവിധാനം നിലകൊള്ളുന്നുവെന്ന് ഉറപ്പു നൽകുന്നു. എന്നും അതിജീവിതരൊപ്പമായിരിക്കും. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ എന്തെങ്കിലും കേട്ടപാട് അത് ഒരു പ്രതികരണം നടത്തുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശരിയാകില്ല. മേൽക്കോടതിയിൽ അപ്പീൽ നൽകാൻ എല്ലാ സഹായവും നൽകുമെന്ന ഉറപ്പ് നീതിക്കായുള്ള നിയമ പോരാട്ടം തുടരുമെന്നും കേസ് ഇവിടെ അവസാനിക്കുന്നില്ലെന്നും വ്യക്തമാകുന്നു. നീതിക്കായുള്ള പോരാട്ടം ഹൈക്കോടതിയിലേക്ക് നീങ്ങുമ്പോൾ പ്രിൻസിപ്പൽ സെഷൻ കോടതി തള്ളിക്കളഞ്ഞ തെളിവുകളുടെ സാധുതയും ഗൂഢാലോചന തെളിയിക്കുന്നതിനുള്ള പരോക്ഷ തെളിവുകളുടെ വ്യാപ്തിയും ഹൈക്കോടതി എങ്ങനെ വിലയിരുത്തുമെന്നത് നിർണായകമാകും. ഹൈക്കോടതി കീഴ്ക്കോടതിയുടെ വിധി ശരിവയ്ക്കുകയോ അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസ് വീണ്ടും പരിഗണിക്കാനായി നിർദ്ദേശിക്കുകയോ ചെയ്യാം. ഇത് കേസിന്റെ ഗതിയെ മറ്റൊരു നിർണായക തലത്തിലേക്ക് എത്തിക്കും. ഈ കേസ് വ്യക്തിപരമായ നിയമ പോരാട്ടം എന്നതിലുപരി കേരള സമൂഹത്തിലെ നീതിന്യായ വ്യവസ്ഥയുടെയും സിനിമാ മേഖലയിലെ അധികാര ഘടനയുടെയും സ്ത്രീപക്ഷ നിലപാടുകളുടെയും ഒരു ലിറ്റ്മസ് ടെസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിയമപരമായ നീതി ലഭിക്കുന്നതിനോടൊപ്പം തന്നെ അതിജീവിതയ്ക്ക് സാമൂഹികപരമായ നീതി ലഭിക്കുന്നുണ്ടോ എന്നതാണ് പൊതുസമൂഹം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.